പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം തുടരും എന്ന ചിത്രം അവർക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം അവർ കാണാൻ കാത്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ അവരുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു കാര്യം അവരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് വളരെ സ്പെഷ്യലായി തന്നെ അവർ കാണുകയാണ്. കാരണം ഇത്രയും നാൾ അവർ ഒന്നിക്കാതിരുന്നപ്പോൾ അവരുടെ പഴയകാല ചിത്രങ്ങൾ ടിവിയിൽ കണ്ട് മതിമറന്ന് ആ കോംബോയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇന്ന് തിയേറ്ററിൽ പോയി ഈ കോംബോയെ കാണാൻ പോകുന്നത്. അപ്പോൾ ചിത്രത്തിലും ഒരു സ്പെഷ്യൽ ഉണ്ട് എന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പോലും ഇപ്പോൾ പറയുകയാണ്. മോഹൻലാൽ ശോഭന എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം തുടരും വളരെ സ്പെഷ്യൽ ആകുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ഈ പറയാൻ പോകുന്ന കാര്യവും കുറച്ച് സ്പെഷ്യലാണ്. മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് തുടരും എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വർഷങ്ങൾക്കിപ്പുറം ഇവരുടെയും കോംബോ എങ്ങനെ വർക്കാകുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും. മോഹൻലാലും ശോഭനയും മത്സരിച്ച് അഭിനയിച്ച് അഭ്രപാളികളിൽ അവിസ്മരണീയമാക്കിയ നിരവധി കഥാപാത്രങ്ങളുണ്ട്. അത്തരത്തിൽ ഇരുവരുടെയും ഏതെങ്കിലും പഴയ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങൾക്ക് തുടരുമെന്ന ചിത്രത്തിലെ കഥാപാത്രവുമായി സാമ്യമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് സിനിമാറ്റോഗ്രാഫർ ഷാജികുമാർ. ഇരുവരുടെയും ഏതെങ്കിലും മുൻ സിനിമകളിലെ കഥാപാത്രങ്ങളാണ് ലളിതയും ഷൺമുഖവും എങ്കിൽ ഏത് കഥാപാത്രമായിട്ടായിരിക്കും സാമ്യത എന്നായിരുന്നു ചോദ്യം. അവരുടെ പ്രായം ഈ സിനിമയിൽ നമ്മൾ പറയുന്നുണ്ട്, അല്ലാതെ അവരൊരു ടീനേജോ കോളേജോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ പുതിയ ദമ്പതികളോ അല്ല. ഇവരുടെ മെച്ചോർഡ് ലൈഫ് തന്നെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പഴയ സിനിമകളിൽ അത്രയും മെച്ചോർഡ് കഥാപാത്രങ്ങളല്ല ഇവർ ചെയ്തത്. അന്ന് അവരുടെ പ്രായവുമായി ഏതാണ്ട് അടുത്തു വരുന്നതും അന്നത്തെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും എല്ലാമായിരുന്നു ഉള്ളത്. അന്ന് അവർ ജീവിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല. എല്ലാം നോക്കുന്ന കാലഘട്ടത്തിലേക്ക് അവർ എത്തി. അത്തരത്തിൽ മുൻ കഥാപാത്രങ്ങളുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല. അന്നത്തെ രീതിയല്ല ഇന്ന്. അന്ന് ഫേസ് ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം അന്ന് എങ്ങനെ ജീവിക്കാൻ പറ്റും, നാളത്തെ ദിവസം എന്തായിരിക്കും എന്ന രീതിയിലായിരുന്നു. ഇന്ന് അതല്ല, കുറച്ചുകൂടി അഡ്വാൻസ് ആയിരിക്കുന്ന കാര്യങ്ങൾ അവർ ചിന്തിക്കും. അവർക്ക് പക്വത വന്നിരിക്കുന്നു. അത് ഈ സിനിമയിൽ ആവശ്യമാണ്. ഷാജികുമാർ പറയുന്നത് ഇങ്ങനെ: മോഹൻലാലിനും ശോഭനയ്ക്കും അങ്ങനെ ഒരു സാധാരണക്കാരുടെ ചേഷ്ടകൾ ഇത്രയും ഒബ്സർവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്നു എന്ന് നമുക്ക് അത്ഭുതം തോന്നും. കാരണം അവർ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ജീവിച്ചവരല്ല. സാധാരണക്കാരിലേക്ക് ഇറങ്ങി അധികം വരാൻ അവർക്കാകില്ല. കാരവാനിലൂടെ ഗ്ലാസിലൂടെ പുറത്തേക്ക് കാണുന്ന കാഴ്ചകൾ പോലെ അവരുടെ അത്തരത്തിലുള്ള കാഴ്ചകൾ പരിമിതമാണ്. അവരുടെ ലൈഫിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ ആയിട്ടും അവിടെ നിന്ന് ഇത്രയും താഴത്തേക്ക് ഇറങ്ങി വന്ന് സാധാരണക്കാരുടെ ചേഷ്ടകൾ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഷാജികുമാർ പറയുന്ന വാക്കുകൾ ഇങ്ങനെ. അപ്പോൾ നമ്മൾ കാണാനിരിക്കുന്നതും ഇതുവരെ കാണാത്ത ഒരു മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ തന്നെയാണ്. സാധാരണക്കാരായ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു ഷൺമുഖിനെയും ലളിതയുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതൊക്കെ തന്നെയാണ് ഈ ചിത്രത്തെ സ്പെഷ്യൽ ആക്കുന്നതും. ഈ ഒരു കോമ്പിനേഷൻ കാണാൻ ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് കൊതിയായി എന്ന് വേണമെങ്കിലും പറയാം. കൂടാതെ ഈ ചിത്രത്തിൽ എന്തൊക്കെയോ സർപ്രൈസുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന പ്രേക്ഷകരും നമുക്കുണ്ട്. അവരുടെയൊക്കെ സർപ്രൈസ് ഇനി എന്താണെന്ന് റിവീൽ ചെയ്യണമെങ്കിൽ ചിത്രം തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ തുടരും എന്ന ചിത്രത്തെക്കുറിച്ച് പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾക്ക് ചെവി കൊടുക്കരുതെന്നും ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നും നടൻ ബിനു പപ്പു പറയുന്നുണ്ട്. കുടുംബ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രത്തിൽ ഒരു ചെറിയ സൂത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് തുടരും സിനിമ UA16+ കാറ്റഗറിയിൽ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ത്രില്ലർ ആണോ, മിസ്റ്ററി ആണോ, സസ്പെൻസ് ഉണ്ടോ, ആക്ഷൻ ഉണ്ടോ എന്നൊന്നും ചോദിക്കരുത്. അടുത്ത ആഴ്ച പടം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമ്പോൾ മുൻവിധികളില്ലാതെ പോയി സിനിമ കാണുക. ചിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സംഗതി വർക്കൗട്ട് ആയാൽ തകർക്കും. മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായാൽ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നും ബിനു പപ്പു പറയുന്നുണ്ട്.